ഇനി റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനങ്ങളാണ്. വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ ദുരന്തബാധിതർക്ക് താമസിക്കാനുള്ള സൗകര്യം വേഗത്തിലുണ്ടാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറയുന്നു. ഒപ്പം തന്നെ വീടുകൾ നൽകിയെന്ന് സാങ്കേതികമായിട്ട് പറയുമ്പോഴും ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല എന്ന് റവന്യൂ മന്ത്രി സൂചിപ്പിച്ചു. അതിവേഗ റെയിൽ പദ്ധതിയിൽ CPIMന്റെ അടക്കം അഭിപ്രായം പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും AP അനിൽകുമാർ പറഞ്ഞു. വീട് കൊടുത്തു എന്ന് നമ്മൾ സാങ്കേതികമായി പറയുമ്പോഴും മുഴുവൻ ആളുകൾക്കും വീട് താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നൽകുക എന്നുള്ളതായിരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം. കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന CPMൻ്റെ ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്നാൽ നമ്മുടെ പരിസ്ഥിതിക്ക് പ്രയാസം പരമാവധി കുറയ്ക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പല ചർച്ചകളും പലരുമായി നടത്തേണ്ടി വരും. കുറേ നേരമായിട്ട് വെബ്സൈറ്റിൻ്റെ മുമ്പിലിരിക്കുകയാണ്. വെബ്സൈറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും വിദ്യാർത്ഥികളെ വരച്ചിരിക്കുകയാണ്. CBSE +2 പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് ഇതുവരെ പ്രവർത്തനക്ഷമമായില്ല.